ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ഇന്ന് ബീഫ് ഇടിച്ചതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല രുചികരമായ രീതിയിൽ ഒരു ബീഫ് ഇടിച്ചത് നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബീഫ് ഉണങ്ങി ഇടിക്കുന്നതിനായിട്ട് നമുക്ക് നല്ല ഉണക്കുറച്ച് ഇങ്ങനെ ഇതുപോലെ നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്കൊന്ന് ഇടിച്ചെടുത്തു കൊണ്ടുവരാം. നമുക്ക് ഇടിയിറച്ചി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ബീഫ് ഇടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പച്ച കറിവേപ്പില, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഉണക്കക്കാന്താരി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ചുവന്ന മുളക്, ഇഞ്ചി ചെറുതായി എരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇടിയിറച്ചി തയ്യാറാക്കുന്നതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇടിയിറച്ചി ഞാൻ നല്ല വൃത്തിക്ക് കഴുകി വാരി ഒരു 6 ദിവസം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ചെറുതായി കുത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് വറുത്തെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചി ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ചുവന്നമുളക് ഒന്ന് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണേ. അത് ബീഫിൻ്റെ കൂടെയല്ല ഞാൻ ഇടുന്നത്, അത് തന്നെ വറുത്തിട്ട് പൊടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില വറുത്ത് കോരി മാറ്റി വെക്കണം. നമ്മുടെ ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തന്നെ ഈ കാന്താരിയും ചുവന്നമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.